നമ്മുടെ വെള്ളാപ്പള്ളി ഉസ്താദ് അമ്മാവൻ ഒരല്പം പോലും പിടിവിടുന്നില്ല അനിലണ്ണനെ. ചെറിയ ശബ്ദത്തിന് പ്രശ്നമുണ്ട്, ഈ പ്രസംഗം, യാത്ര, ഓട്ടോ ഒക്കെ കൊണ്ടാണ്. കുഴപ്പമില്ല. അദ്ദേഹം പിടിവിടാതിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. സംഗതി വളരെ രസകരമാണ്. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർ ദൈവം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഒട്ടും ദഹിക്കുന്നില്ല. അതിന് മറുപടി പറഞ്ഞിട്ടും പുള്ളി വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചൊക്കെയാണ് ബഹുമാന്യനായ പണ്ഡിത വരേണ്യൻ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ അച്ചാർ ഫൈസിയും കൂടിയിട്ടുണ്ട്. മാനന്തവാടിയിലെ അച്ചാർ കച്ചവടക്കാരനായ അച്ചാർ ഫൈസിക്ക് അച്ചാർ ഫൈസിയുടെ ടീം ക്യാപ്റ്റനായ ഈ മൗലവി അമ്മാവൻ പറയുന്നത് കേട്ട് ഭയങ്കരമായ സന്തോഷം. ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഇടയ്ക്കൊക്കെ ന്യൂസൊക്കെ കാണുന്നത് നല്ലതാണ്. ബൈ. അങ്ങനെ അങ്ങോട്ട് പോവല്ലേ. ന്യൂസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുട്ടിക്ക്. നമുക്ക് ഓവർ കോൺഫിഡൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത്തിരി വിവരവും കുറച്ച് വിദ്യാഭ്യാസവും വേണം കേട്ടോ. ഇരിക്കട്ടെ, കുട്ടി പോവല്ലേ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനിലണ്ണന്റെ കാര്യം ഭയങ്കര കൊമേഡിയാണ്. ഈ വളിച്ച ചിരിക്ക് ഒരു പര്യായ പദമുണ്ടോ? അനിലണ്ണൻ എന്നാണ് ഞങ്ങളൊക്കെ നാട്ടിൽ പറയാ. ഒരുപാട് വിവരക്കേടുകൾ നിറഞ്ഞ ഒരു വീഡിയോയുമായി നമ്മുടെ പ്രിയപ്പെട്ട അനിലണ്ണൻ വന്നിട്ടുണ്ട്. അപ്പൊ അനിലണ്ണനും ഇപ്പൊ വന്ന കുഞ്ഞണ്ണനും ശരിക്ക് കേൾക്കണം കേട്ടോ. ശരിക്ക് കേട്ട് മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചു പോയ ആളുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിന്ന് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ ഒരു വെള്ളാപ്പള്ളി മുസ്ലിയാര് ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി മുസ്ലിയാർ അല്ലേ? എനിക്ക് പുതിയ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും സംഗതി കൊള്ളാം അണ്ണ. ഇവിടുത്തെ വിഷയം എന്താന്ന് അണ്ണന് മനസ്സിലായിട്ടില്ല. അള്ളാഹു എന്നതിന് പകരം ദൈവത്തിന്റെ പേരിൽ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്നൊന്നും അല്ല അണ്ണ ഞാൻ ഈ പറഞ്ഞത്. അണ്ണനും മനസ്സിലായിട്ടില്ല. അണ്ണൻ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അണ്ണനും കുഞ്ഞണ്ണനും മനസ്സിലാക്കണം. അതായത് അള്ളാഹു എന്ന് 2011 പറയാൻ പറ്റിയിടത്ത് നിന്ന് 2026 ആയപ്പോൾ ദൈവനാമത്തിൽ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. ദൈവം എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ? ഇതൊന്നുമല്ല ചർച്ച. എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പച്ചത്തെറി. എനിക്ക് വന്ന കോൾസിനും മെസ്സേജസിനും കയ്യും കണക്കൂല. സംഗതി മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ പറഞ്ഞതുപോലെ അള്ളാഹു എന്ന് പറയേണ്ടത് ഈ 15 വർഷം കൊണ്ട് എങ്ങനെ ദൈവമായി എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ ഒരുപാട് ആളുകൾ പുള്ളിയെ വിളിച്ച് തെറി പറയുകയും ചെയ്തത്രേ. അപ്പോൾ സ്വാഭാവികമായി ഇതുപോലെയുള്ള ആളുകൾക്ക് നല്ലൊരു കാര്യം നടക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ അതിനുള്ളിലെ പലതും മണപ്പിച്ച് നടക്കുന്ന സവിശേഷമായ പാരമ്പര്യ രോഗം പിടിപെട്ടവരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു സത്യം. ഏതായാലും ഈ 15 വർഷം കൊണ്ട് അള്ളാഹു ദൈവമായതിലേ ഉള്ളൂ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മുയിലാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുയിലാരിപ്പോൾ ഇരുന്ന് ഈ കാര്യം പറയുന്ന ഈ ദൃശ്യമാധ്യമത്തിൻ്റെ പേരെന്താ? യൂട്യൂബ് എന്താ? അല്ലെങ്കിൽ ഒരു ചെറിയ TV ആണ്. ഞാൻ എൻ്റെ മുസ്ലിയാരോട് ചോദിക്കട്ടെ, ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം, ഇഷ്ടത്തോടെ ഒരു 10, 30, 40 കൊല്ലം മുമ്പ് ഫോട്ടോ എടുത്താൽ ഹറാമായിരുന്നോ ഹലാലായിരുന്നോ? എന്തായിരുന്നു കാര്യം? എന്താ സംഭവം? അതിനെക്കുറിച്ച് ഫത്വകളുണ്ടോ? അതിനെക്കുറിച്ച് നിരീക്ഷണങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് നിഗമനങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് പ്രസംഗങ്ങളുണ്ടോ? എത്രയോ ആളുകളുടെ നല്ല നല്ല ചടങ്ങുകൾ ഫോട്ടോഗ്രാഫുകളില്ലാതെ, പഴയ ആളുകളുടെ ഒരുപാട് ഫോട്ടോകൾ പോലും ബാക്കിയില്ലാതെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ നിങ്ങൾ പറയുന്നത് കേട്ട്? എന്നിട്ടോ പിന്നെ വഹി വല്ലതും വന്നോ? പിന്നെ പ്രവാചകൻ വന്നോ? പിന്നെ പുതിയ കിതാബുകൾ വല്ലോ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചോ? ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നില്ലേ? TV കാണിക്കുന്നില്ലേ? ഇതുപോലെ ഇരുന്ന് പറയുന്നില്ലേ? അതെന്താ സംഭവിച്ചേ? അതിൻ്റെ വിശദീകരണം എന്താ? ഇതിപ്പോൾ ഭരണഘടനയിൽ ഗോഡ് എന്നുള്ളിടത്ത് അത് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ച് വേണമെങ്കിൽ പറയാം, ഗോഡെന്ന് വേണമെങ്കിൽ പറയാം. ഗവർണർ നൽകിയ കുറിപ്പിലുള്ളതുപോലെ തന്നെ ഗോഡെന്ന് വായിച്ചു. അപ്പോഴേക്ക് ആകെപ്പാട് മൊയിലിയാർക്ക് സഹിക്കുന്നില്ല. എൻ്റെ മൊയിലിയാരെ ഒന്ന് അടങ്ങ്, ഒരു പൊടിക്കൊന്നടങ്ങ്. ഒരു പൊടിക്കൊന്നടങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം
എല്ലാ സന്ദർഭത്തിലും മതത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി, സംഘടനയ്ക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി, എല്ലായിടവും ചൊറിഞ്ഞ് അച്ചാർ ഫൈസിയൊക്കെ രംഗത്ത് വന്നപ്പോഴാണ് അതിൻ്റെ ബാക്കി അറിയുന്നത്. അച്ചാർ ഫൈസിയൊക്കെ നമ്മുടെ ഷജറ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ആ പണി നടന്നില്ല. UDF ഗവൺമെൻറ് വന്നു, മുസ്ലിം ലീഗിലെ 4-5 മന്ത്രിമാരുണ്ടായി. അപ്പോഴാണ് പിന്നെ അവർ ചൊല്ലിയ സത്യപ്രതിജ്ഞയ്ക്കകത്ത് കയറി മണപ്പിച്ച് നോക്കാൻ നടക്കുന്നു. നാണമില്ലേ? നിങ്ങളാദ്യം നിങ്ങളെ നന്നാക്കൂ. നിങ്ങൾ പറഞ്ഞത് മണിക്കൂറുകൾ വെച്ച് മാറ്റി 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 പറഞ്ഞ് വിശ്വാസത്തെ പോലും അപമാനിക്കുന്ന പ്രവൃത്തി നിർത്തിയിട്ട് ഈ പറഞ്ഞ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന വ്യതിയാനങ്ങളുടെ നയവ്യതിയാനങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോഴാണത് സംസാരിക്കാൻ യോഗ്യത ഉണ്ടാവുക. അത്രയേ ഉള്ളൂ.